തിരുവനന്തപുരത്ത് സർക്കാർ കോടികൾ മുടക്കി നിർമ്മിച്ച സ്കൂള് കാട് കയറിയ നിലയിൽ SC/ST കുട്ടികൾക്കായി താമസിച്ചു പഠിക്കാൻ നിർമ്മിച്ച തോന്നയ്ക്കൽ വേങ്ങാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് കാട് കയറി കിടക്കുന്നത്. 14 കോടി രൂപ മുടക്കിയാണ് സ്കൂൾ നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ഒന്നായിട്ടും സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിലവിൽ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയിരിക്കുകയാണ് സ്കൂളിൽ. 16 കോടി രൂപയ്ക്കാണ് സ്കൂളും ഹോസ്റ്റലുമായിട്ട് വന്നിരിക്കുന്നത്. അവസാനം ഇപ്പോൾ കോൺട്രാക്ട് എഴുതി വെച്ചിരിക്കുന്നത് 14 കോടി സംതിങ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഈ രാധാകൃഷ്ണൻ മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഒരു അഡ്മിഷനും ഒന്നും നടക്കുന്നില്ല. അവിടെ പണി പൂർത്തിയാക്കിയിട്ടില്ല. പൂശി പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്ത് മാത്രമേ ഉള്ളൂ. അവിടെ പണി, ഇലക്ട്രിക് പണിയുണ്ട്, വയറിംഗ് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്. ഹോസ്റ്റൽ സൗകര്യം ഒന്നുമില്ല. സത്യത്തിൽ വെറും ബിൽഡിങ്ങിൽ മാത്രം പൊക്കി കിട്ടിയിട്ടേ ഉള്ളൂ. അവർ ഉദ്ഘാടനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ ബിൽഡിങ്ങിനകത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്. കാട് കയറി കണ്ടു കാണുമല്ലോ, പുല്ലും കയറി കാടും കയറി കിടക്കുക. അതിനൊരു നാദനുമില്ലാത്ത രീതിയിലാണ് ആ സ്കൂൾ കിടക്കുന്നത്. റിനു ശ്രീധരന്റെ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ 14 കോടി ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം അത് എന്താണ് വിട്ടുകൊടുക്കാത്തത്, സ്കൂളായി പ്രവർത്തിക്കാത്തത്, എന്താണ് അധികൃതർ പറയുന്നത്? തിരുവനന്തപുരം തോന്നയ്ക്കലിലെ വേങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്താണ് 2024 16 കോടി രൂപയുടെ പദ്ധതിയാണിത്. 15 കോടിയോട് അടുക്കുന്നത്. അതായത് ഏകദേശം 14 കോടി 85,000 രൂപയോളം ചെലവാക്കിയാണ് ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നിർമ്മിച്ചത്. സാധാരണക്കാരായിട്ടുള്ള SC/ST കുട്ടികൾക്ക് നിന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്കൂൾ നിർമ്മിച്ചത്. വലിയ ഒരു ക്യാമ്പസാണിത്. പക്ഷേ ഇപ്പോൾ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി പണി വേഗത്തിൽ പൂർത്തിയാക്കി അന്നത്തെ പിന്നാക്ക വിഭാഗം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം ഈ സ്കൂൾ തുറന്ന് ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. സ്ഥലത്തെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയുന്നത് ഇതിന്റെ നിർമ്മാണം എല്ലാ രീതിയിലും പുരോഗമിച്ചിട്ടില്ല. ഈ ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നും തന്നെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ അധികൃതരുമായി സംസാരിക്കുമ്പോൾ ഇവിടെ കുട്ടികളെ കിട്ടാനില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ കിട്ടാനില്ലാത്ത ആണെങ്കിൽ എന്തിന് ഈ സ്കൂൾ നിർമ്മിച്ചു എന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ മറ്റു പൊതുപ്രവർത്തകരും ചോദിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മറ്റേതെങ്കിലും ഒരു പദ്ധതി ഇവിടെ ആരംഭിക്കുവാൻ ഉള്ള ശ്രമത്തിലാണ് വകുപ്പ്. എന്തായാലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി കാടു കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വേങ്ങോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. സ്മൃതി, ഏതായാലും 14 കോടി ചെലവഴിച്ചുള്ള സ്കൂളാണ്. വിദ്യാർത്ഥികൾക്ക് വിട്ടുകൊടുക്കേണ്ട റെസിഡൻഷ്യൽ സ്കൂളാണ്. എല്ലാ സൗകര്യങ്ങളും കൂടി നിർമ്മിച്ച സ്കൂൾ കെട്ടിടമാണ് ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമൂഹ വിരുദ്ധർ രാത്രികാലങ്ങൾ ഇവിടെ എത്തുന്നു എന്നുകൂടിയാണ് നാട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത്. ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്.